ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഫിഷ് ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബിരിയാണിയൊക്കെ തയ്യാറാക്കാൻ അറിയാം എന്നെനിക്കറിയാം. എങ്കിലും അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയാണ് ഈ ഒരു റെസിപ്പി. അതുപോലെ തന്നെ ഞാനെങ്ങനെയാണ് ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫിഷ് ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. അതിനായി ഞാൻ ആദ്യം ഇതുപോലെ കുറച്ച് മീൻ ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള ഏത് മീൻ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഫിഷ് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ മീനൊക്കെ ഇതുപോലെ അല്പം കട്ടിയിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്കിത് മസാലയ്ക്ക് ആക്കിയെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും അല്പം മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ അല്പം പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കണം. ആ മീനിൽ നല്ലോണം മസാല പിടിക്കുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ മീനിൽ നല്ലോണം മസാലയൊക്കെ ഞാൻ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴേ കറക്റ്റ് ആ മീനിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ച് വരും. ആ സമയം കൊണ്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഞാൻ ഇതുപോലെ തിന്നായി കട്ട് ചെയ്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. ഇനി ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഈ സമയം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് വേണം ഇങ്ങനെ ഇത് കോരി മാറ്റാൻ. അങ്ങനെ ഇപ്പോൾ എല്ലാ ഉള്ളിയും ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ റൈസിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. ഇനി അല്പം കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് ഇതേ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബിരിയാണീൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് മണമൊക്കെ അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ കാണാനും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും ബിരിയാണി ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. അങ്ങനെ ഇപ്പോൾ കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഇതുപോലെ ഒന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇത് പെട്ടെന്നാവും. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇതൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ ഓയിലിൽ നേരത്തെ മസാല തേച്ച് വെച്ച ഫിഷ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഓയിലിൽ ഇതിങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിന് മസാലയിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ഫിഷും. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നുണ്ട്. ബിരിയാണിക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് മസാല ആക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു മസാലയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഫിഷ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഞാൻ എല്ലാ ഫിഷ് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മസാല തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഓയിൽ മാത്രം വെച്ച് മസാല തയ്യാറാക്കുന്നെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അല്പം നെയ്യ് വെച്ച് കൊടുത്ത് അതിൻ്റെ ആ നെയ്യിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാകുമ്പോൾ മസാലയ്ക്കൊരു നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം ഹോൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അല്പം പെരുംജീരകവും സാജീരകവും അതോടൊപ്പം തന്നെ ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറഞ്ഞ അളവിലുള്ള മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നതുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇതുപോലെ തിന്നായി വേണം കട്ട് ചെയ്തെടുക്കാനും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കിതിങ്ങനെ വഴറ്റിയെടുക്കാൻ പറ്റും. വേഗം ഇതിങ്ങനെ വെന്ത് വരും. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന്
വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫിഷ് ബിരിയാണി ആയതുകൊണ്ടാണ് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കറിവേപ്പിലേൻ്റെ മണം കൂടി ഈ ഒരു മസാലയിലിട്ട് കിട്ടും. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇങ്ങനെ ചതച്ചെടുത്തതാണിത്. അപ്പോൾ ഇതൊരു 5 പച്ചമുളകും ഒരു വലിയ 3 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് പീസ് ഇഞ്ചിയുമാണ് ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മസാലയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുക്കുന്നുള്ളത്. അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്കൊക്കെ മസാലയ്ക്ക് ഇങ്ങനെ തക്കാളിയൊക്കെ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാൻ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അല്പം പൊടികളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും, അത് മസ്റ്റാണ്, അത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഈ മസാലയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മസാലയാണ് ഇതിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മസാലയൊന്നും അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് മസാല തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് അതിൽ ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ അളവൊക്കെ കൂട്ടിയിട്ടെടുക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചധികം മസാല ഉണ്ടായി കിട്ടും. ഇനി ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഒന്നെല്ലാം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ മസാല തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിങ്ങനെ അടിയിൽ പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. ഇനി മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഫിഷാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം, ഇല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. മസാല അതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ആകുന്നത് വരെ ഇതുപോലെ ഒന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ പതുക്കെല്ലാം മസാലയൊക്കെ ഇങ്ങനെ മീൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയിൽ നിന്ന് അല്പം ഉള്ളി ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ ആ മീനിൽ അതിൻ്റെ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് വരും. അങ്ങനെ ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മീനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചോറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ചോറ് വെക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കും പോലെ അങ്ങനെ വേവിച്ചെടുത്ത റൈസാണിത്. ജീരകശാല അരിയാണിത് ഞാൻ എടുത്തിട്ടുള്ളതിലേക്ക്. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത ചോറ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണിത്. അപ്പോൾ ഒരു കളറിന് വേണ്ടി അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേറെ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കാഷ്യും കിസ്മിസും അതോടൊപ്പം തന്നെ അല്പം മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്തൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ലെയർ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ അടുത്ത ലെയറും ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ദം ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോറും മസാലയൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് സെർവ് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ദം ചെയ്തെടുക്കുമ്പോൾ ആ ചോറിലും അതിൻ്റെ ആ മസാലേൻ്റെയും മീൻ്റെയും ഒക്കെ നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ദം ചെയ്തെടുക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ സെക്കൻഡ് ലെയറും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ദം ചെയ്തെടുക്കാറുള്ളത്. ഇനി ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു
10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ദമ്മായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ബിരിയാണിയൊക്കെ ദം ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല മണമൊക്കെ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുകൂടാതെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി ഫിഷ് ബിരിയാണി തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.